സോ വെൽക്കം ബാക്ക് ഗൈസ്. നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പീസിൻ്റെ ചാപ്റ്ററായുള്ള 1152 കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയുള്ള പോയിന്റ്സ് ആണ്. ഇത് സത്യം പറഞ്ഞാൽ പാർട്ട് 2 ആണ്. പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ചെക്ക് ചെയ്യുക. ഞാൻ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അത് കണ്ടിട്ട് മാത്രം ഈ വീഡിയോ തുടർന്ന് കാണുക. നെക്സ്റ്റ് വൺ ആണ് റോക്സിൻ്റെ മരണം. റോക്സിനെ ആരാണ് കൊന്നത്, എന്താണ് കൊന്നതെന്നൊക്കെ ചെറിയൊരു ഇൻഫോ കിട്ടിയിട്ടുണ്ട്. റോക്സിനെ ഇപ്പോൾ കൊന്നിട്ടുള്ളത് വേൾഡ് ഗവൺമെൻറ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഗൊറോസെ അല്ലെങ്കിൽ ഹോളി നൈറ്റ് അങ്ങനെ ഏതെങ്കിലും ടോപ്പ് ലെവലിലുള്ള ടീമായിരിക്കണം റോക്സിനെ കൊന്നിട്ടുള്ളത്. അത് മാത്രമല്ല, റോക്സ് എന്ന് പറയുന്ന ഒരു ലെജൻഡറി പൈററ്റാണ്. ഈവൻ നമ്മുടെ മറൈൻ്റെ ഹീറോ ആയുള്ള ഗാർപ്പും അതേപോലെ തന്നെ നമ്മുടെ കിങ്, അതായത് നമ്മുടെ പൈററ്റ് കിങ് ആയുള്ള റോജറും കൂടെ ചേർന്നാണ് റോക്സിനെ അന്ന് ഡിഫീറ്റ് ചെയ്തത് തന്നെ. സോ അത്രത്തോളം സ്ട്രോങ്ങറും ലെജൻഡറി ആയിട്ടുള്ള ഒരു പൈററ്റ് എങ്ങനെ മരിച്ചു, എന്തുകൊണ്ട് മരിച്ചു എന്നുള്ളൊരു മിസ്റ്ററി ഇപ്പോൾ കിടപ്പുണ്ടെങ്കിലും റോക്സിൻ്റെ മരണം ഇവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റോക്സിൻ്റെ ഒരു കംബാക്ക് നമുക്കിനി കാണാൻ ചാൻസ് ഇല്ല. കാര്യം പലരും പറയുന്നുണ്ടായിരുന്നു ഇമ്പിൾ ടൗണിൻ്റെ അകത്ത് റോക്സ് ഇപ്പോഴും ഉണ്ട്, മറ്റന്നാണ് മാർച്ചാണെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല റോക്സ് അങ്ങനെ ഒഫീഷ്യലി മരിച്ചിട്ടുണ്ട്. ഇനി പറയാനുള്ളത് ഹാറിലിൻ്റെ മരണത്തിനെ പറ്റിയാണ്. ഹാറിലും നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ആ ഒരു കണക്ഷൻ കാരണമായിരിക്കണം ഈ ഹാറിലെ മരണം സംഭവിച്ചിട്ടുള്ളത്. കാര്യം മറ്റൊന്നുമല്ല, ഹാറിൽ മരിക്കാൻ നേരത്ത് പുള്ളിക്കാരനെ കാണാൻ നേരത്ത് ഏകദേശം ഡോമി റിവേഴ്സിലുള്ള നമ്മുടെ ഡോറിയും ബ്രോഗിനൊക്കെ പോലെയാണ്. അതായത് ചെറിയ വിങ്സ് ഒക്കെ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ആ ഒരു കണക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഇമു അങ്ങനെ ഹാറിനെ കൺട്രോൾ ചെയ്യാൻ നോക്കി പുള്ളിക്കാരൻ എന്തെങ്കിലും പറഞ്ഞ്, അതായത് പുള്ളിക്കാരൻ തന്നെ കമാൻഡേഴ്സിൻ്റെയൊക്കെ പുള്ളിക്കാരനെ കൊല്ലാൻ വല്ല കമാൻഡ് കൊടുത്ത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം ഹാറിലെ മരണം സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഷാങ്സിന് ഈ ഒരു കാര്യം അറിയാമായിരുന്നു. അതായത് ഹാറിൽ മരിക്കും എന്നുള്ള കാര്യം ഷാങ്സിന് അറിയാനും ചാൻസ് ഉണ്ട്. അതിലേക്ക് ഞാൻ ഷാങ്സിലേക്ക് എത്തുമ്പോൾ പറയുന്നതായിരിക്കും. അടുത്തതാണ് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്. അത് ഷാങ്സിന്റെ കയ്യിലെ ആ ഒരു ABS മാർക്കിനെ പറ്റിയാണ്. ഇതും എൽബഫിലെ ലെജൻഡറി ഡെവിൾ ഫ്രൂട്ടും ഞാൻ ഒരുമിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് 7ാമത്തെയും 8ാമത്തെ പോയിന്റ് ഞാൻ മെർജ് ചെയ്തുകൊണ്ടായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. കൃത്യമായി പറഞ്ഞാൽ 14 വർഷങ്ങൾക്ക് മുമ്പ് ഷാങ്സ് നമ്മുടെ ഗബാനെ കാണാൻ പോയ ടൈമിലാണ് നമുക്ക് ആ ഒരു സംഭവം കാണാൻ സാധിക്കുന്നത്. അവർ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ലെങ്കിലും ആ ഒരു ബാർ ടബിൽ വെച്ചുള്ള സീനിൽ നമ്മുടെ ഷാങ്സിന്റെ കയ്യിൽ ആ ഒരു മാർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ABS മാർക്ക്. ഈ ABS മാർക്ക് എന്താണെന്ന് വെച്ചാൽ ഇമുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നൊരു സംഭവമാണ്. അതായത് ഈ മാർക്ക് ഉണ്ടെങ്കിൽ പാർഷ്യലി ഇമ്മോർട്ടലാണ്. ഇവരെ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രീം ലെവലിൽ കോൺഗ്രസ് ആക്കിയാണ്. അതായത് ലൂഫി ഇപ്പോൾ കറണ്ടിൽ നിൽക്കുന്ന ആ ഒരു ലെവൽ പോരാ, അതിനേക്കാട്ടും കുറച്ചുകൂടെ എക്സ്ട്രീമിൽ തന്നെ വേണം. അത് മാത്രമല്ല ഇവർക്ക് ഇൻസ്റ്റൻ്റ് ടെലപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഗൊറോസയും ഹോളി നൈറ്റൊക്കെ ടെലപ്പോർട്ട് ചെയ്യുന്നത് ഇതേ പവർ യൂസ് ചെയ്ത് തന്നെയാണ്. ഈ റോജറിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഷാങ്സ് പുള്ളിക്കാരൻ്റെ ലിനേജ് തപ്പി പോയിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണ് പുള്ളിക്കാരൻ മെരി ജേഴ്സിൽ ചെന്നത്, പുള്ളിക്കാരനെ പറ്റി പഠിക്കുന്നത്, ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുന്നതും. അവിടെ വെച്ചായിരിക്കണം ഈ ഒരു ABS മാർക്ക് പുള്ളിക്കാരന് കിട്ടിയിട്ടുള്ളത്. എന്നാൽ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞ് റോജറിന് കൂടെ ഫ്രീഡം എന്താണെന്ന് പഠിച്ചതിന് ശേഷം അവിടെ പോയപ്പോൾ പുള്ളിക്കാരൻ ഒരു തടവറയിൽ കിടക്കുന്ന ഒരു ഫീൽ ആയിരിക്കണം പുള്ളിക്കാരന് ഉണ്ടായിട്ടുള്ളത്. എങ്കിലും അവിടുന്ന് പുള്ളിക്കാരൻ്റെ ഫ്രീ വില്ലോടെ തന്നെ പുറത്ത് പോയി പുള്ളിക്കാരൻ പൈററ്റായി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും അവിടെയും ഷാങ്സിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതായത് ഈ മാർക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് ഇമു ആയിട്ടാണ്. സോ ഈ മാർക്കും ഇമു ആയിട്ടുള്ളൊരു ബന്ധം ഷാങ്സിന് നന്നായിട്ട് തന്നെ അറിയാം. നമ്മളും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ സാറ്റനെ കൊന്നതും ഈ ഒരു മാർക്ക് യൂസ് ചെയ്ത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഈ ഒരു മാർക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇമു ആയിട്ടല്ലേ. സോ ഷാങ്സിന് അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അപ്പോഴും നമ്മുടെ ഇമു മരീ ജ്യൂസായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഈ കണക്ഷനാണ് പുള്ളിക്കാരനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചതും. അതുകൊണ്ട് തന്നെയായിരിക്കണം കിങ് ഹാർലിന് എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് നമ്മുടെ ഷാങ്സിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ആ ഒരു കാര്യം നമ്മുടെ ഗബാനൊക്കെ പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിരുന്നു. അത് മാത്രമല്ല എൽബഫിലെ ആ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റിന് ശേഷം എൽബഫിലെ ലെജൻഡറി ഡെവിൾ ഫ്രൂട്ട് കാണാതാവുന്നുണ്ട്. ആ ഒരു ഡെവിൾ ഫ്രൂട്ട് ഹിറ്റോനോമി മോഡൽ നിക്ക ആകാനായിരിക്കും ചാൻസ് വളരെ കൂടുതൽ. ജോയ് ബോയ് നിക്കിനൊക്കെ പറ്റി മനസ്സിലാക്കിയ ഷാങ്സിന് അറിയാമായിരുന്നു ആ ഒരു ഡെവിൾ ഫ്രൂട്ടാണ് അവൻ്റെ ചോദ്യങ്ങളുടെ എല്ലാത്തിനും ഉത്തരവെന്ന്. അതുകൊണ്ട് തന്നെ വേൾഡ് ഗവൺമെന്റിൽ നിന്ന് അവനത് കൈവശം വെക്കുകയും അവിടുന്ന് അത് ലൂഫിയുടെ കയ്യിൽ കിട്ടുകയും ചെയ്തു. എന്നാൽ ലൂഫി വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ആ ഒരു ഡെവിൾ ഫ്രൂട്ട് കഴിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ പറയുന്നു അത് ആ ഡെവിൾ ഫ്രൂട്ടിൻ്റെ വില്ലായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് ഈ ഒരു പർട്ടിക്കുലർ സംഭവം കേട്ടിട്ടുണ്ട്. അതായത് ഈ ഡെവിൾ ഫ്രൂട്ടിന് മിത്തിക്കൽ സോൺ ഡെവിൾ ഫ്രൂട്ടിന് അവരുടേതായ ഒരു വില്ലുണ്ട്. അങ്ങനെ ലൂഫി അത് കഴിച്ചു. ലൂഫിയുടെ പൊട്ടൻഷ്യലും ഷാങ്സിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ആ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് കഴിഞ്ഞ് ഷാങ്സിന് മനസ്സിലായി ഇനി ലൂഫിയാണ് അവൻ്റെ മുമ്പിലുള്ള ഏക വഴിയെന്ന്. അതുകൊണ്ട് തന്നെ ലൂഫിക്ക് വേണ്ടി തൻ്റെ കൈ സാക്രിഫൈസ് ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ ആ മാർക്ക് പോയതിനു ശേഷം പുള്ളിക്കാരൻ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ആ കൈ വീണ്ടും റീജറക്റ്റ് ചെയ്യായിരുന്നു. പക്ഷേ ലൂഫിക്ക് വേണ്ടി തൻ്റെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി പുള്ളിക്കാരൻ അത് സാക്രിഫൈസ് ചെയ്തു. നമുക്കറിയാം വാരിയർ ഓഫ് ലിബറേഷൻ ആണ് നമ്മുടെ നിക്ക. എന്നാൽ അന്ന് അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാങ്സ് ലിബറേറ്റ് ചെയ്യുമായിരുന്നു. അതായത് ലൂഫി ആദ്യമായി ലിബറേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ ഷാങ്സ്. സംഭവം നേർന്നുമില്ല, പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ടെന്ന ആ ഒരു മാർക്കുണ്ടല്ലോ, ആ മാർക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഷാങ്സും മറി ജ്യൂസുള്ള ഒരു കണക്ഷൻ അപ്പോഴും ഉണ്ടായിരുന്നത്. എന്നാൽ ലൂഫിക്ക് വേണ്ടി ആ ഒരു മാർക്ക് ഭേദിച്ച ശേഷം ഷാങ്സ്
ഫ്രീഡം എന്നതും സ്വന്തമാക്കുവാണ്. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരന് പിന്നെയാണ് ഫ്രീഡം എന്നതും അറിയാൻ തുടങ്ങിയത്. സോ ഇത്രയൊക്കെ കാര്യമാണ് എനിക്ക് പേഴ്സണലി തോന്നിയതും എനിക്ക് മനസ്സിലായതും. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറേ മണ്ടത്തരങ്ങൾ കാണും, കുറേ പൊട്ടത്തരങ്ങൾ കാണും. എങ്കിലും എനിക്ക് തോന്നിയ അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങളും പിന്നെ എൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, ലൈക്ക് ഇത്ര നാൾ വൺ പീസ് വായിച്ച രീതിക്ക് എനിക്ക് തോന്നിയ പല കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് ഒരു സിമ്പിളായിട്ടൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അഡീഷണലി എന്ത് പറയാനുണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്ത് പറയാനും മറക്കണ്ട. പിന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കാനും മറക്കണ്ട.